നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി വൈദികൻ നിർമ്മിച്ച ഗ്വാഡലൂപ്പ മാതാവിൻ്റെ രൂപം പോയ വാരത്തിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലിയും തൂങ്കുഴി പിതാവിൻ്റെ 90-ാം ജന്മദിനാഘോഷവും ക്രൈസ്തവ സഭാലോകത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനു വേണ്ടി പ്രത്യേകം വിളി ലഭിച്ച് ജനകോടികളോട് സുവിശേഷം പ്രഘോഷിച്ച ലോകപ്രശസ്ത സുവിശേഷകൻ റെയ്നാർഡ് ബോങ്കെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടതും കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിവരുവാൻ ആഗ്രഹമറിയിച്ച ഗ്രേസ് കമ്മ്യൂണിറ്റി സ്ഥാപകനും സുവിശേഷകനുമായ പാസ്റ്റർ സജിത് ജോസഫിൻ്റെയും കുടുംബത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ഉത്തര മലബാർ കർഷക പ്രക്ഷോഭത്തിന് പിന്നാലെ പാലാ രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ കർഷക റാലിയും സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ഗ്വാഡലൂപ്പിലെ പരിശുദ്ധ മാതാവിൻ്റെ ബസിലിക്കയ്ക്കുള്ളിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള കന്യകാമാതാവിൻ്റെ രൂപം ശ്രദ്ധേയമാകുന്നു. മെക്സിക്കോ അതിരൂപതയ്ക്ക് സമ്മാനമായി കിട്ടിയ കന്യകാമാതാവിൻ്റെ രൂപം കാഴ്ച പരിമിതർക്ക് തൊട്ടറിയുവാൻ കഴിയും വിധം ബസിലിക്കയിൽ പ്രത്യേക സ്ഥലത്ത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇറ്റാലിയൻ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടും ഇറ്റാലിയൻ എംബസിയും ചേർന്ന് മെക്സിക്കോ സിറ്റിയിലെ ഗാഡലൂപ്പ ബസിലിക്കയ്ക്ക് സമ്മാനിച്ചതാണ് ദീർഘകാലം നിലനിൽക്കുന്ന നൈലോൺ ഫൈബർ കൊണ്ട് നിർമ്മിച്ച ഈ രൂപം. കാഴ്ച പരിമിതർക്ക് രൂപത്തിനരികെയുള്ള പാനലിൽ നിന്നും രൂപത്തെക്കുറിച്ചുള്ള വിവരം ബ്രെയിൽ ഭാഷയിൽ വായിക്കാം. തുടർന്ന് അവർക്ക് അടുത്തെത്തി സ്പർശിക്കാം. ഇറ്റാലിയൻ സവേരിയൻ മിഷണറി വൈദികൻ ഫാദർ ഉംബർട്ടോ മൗറോ മർസിക്കാണ് ഇങ്ങനെയൊരു കന്യകാമാതാവിനെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ പ്രധാന പങ്കുവഹിച്ചത്. ശില്പനിർമ്മാണ കലയിൽ ബാസ് റിലീഫ് രീതി ഉപയോഗിച്ചാണ് രൂപം നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ രൂപങ്ങളിലെ പോലെ മുഖത്തിനും ശരീരത്തിനുമുള്ള വ്യക്തതയിൽ നിന്നും ഭിന്നമായി പല കോണുകളിൽ നിന്നും രൂപത്തെ കാണാൻ കഴിയുന്ന ചിത്രകലാ രീതിയാണ് ബാസ് റിലീഫ് രൂപങ്ങൾക്കുള്ളത്. 2008 ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കന്യകാമാതാവിന്റെ ഒരു പെയിന്റിംഗ് മെക്സിക്കോയിൽ പ്രദർശിപ്പിച്ചപ്പോൾ കാഴ്ചപരിമിതർക്കുള്ള അസോസിയേഷന്റെ തലവനും സന്നിധനായിരുന്നു. 2009 ഇറ്റലിയിൽ നിർമ്മിച്ച ഈ രൂപം വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ കൊണ്ടുവന്ന് ബെനഡിക്ട് 16 പാപ്പ വെഞ്ചരിച്ചു. 2009 ഡിസംബർ 9 രൂപം ഗ്വാഡലൂപ്പ് ബസിലിക്കയിൽ പ്രതിഷ്ഠിച്ചു. കാഴ്ച പരിമിതർക്ക് കന്യകാമാതാവിനെ സ്പർശിക്കാനും സന്ദേശം വായിച്ചു മനസ്സിലാക്കാനും കഴിയുമ്പോൾ പലരും വികാരഭരിതരാവുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട്. 500 വർഷങ്ങൾക്ക് മുൻപ് മെക്സിക്കൻ കർഷകനായ ജുവാൻ ഡിഗോയ്ക്ക് നൽകിയ പ്രത്യക്ഷപ്പെടലിലൂടെയാണ് പരിശുദ്ധ കന്യകാമറിയം മെക്സിക്കൻ അമേരിക്കൻ ജനതകൾക്കിടയിൽ ക്രിസ്തീയ വിശ്വാസത്തെ ആഴമായി ഉറപ്പിച്ചത്. അവർ ലേഡി ഓഫ് ഗാഡലൂപ്പ എന്ന പേരിൽ ലോക പ്രശസ്തി നേടിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിലും വലിയ പ്രതീക്ഷയും വിശ്വാസ തീക്ഷ്ണതയുമാണ് വർഷങ്ങൾക്ക് ശേഷവും നൽകുന്നത്. 1531 കർഷകനായ ജുവാൻ ഡിഗോയ്ക്ക് പരിശുദ്ധ അമ്മ ദർശനം നൽകുകയും സന്ദേശം നൽകുകയും ചെയ്തത്. ദേവമാതാവിന്റെ ദർശനം ലഭിച്ച ജുവാൻ ഡിഗോയെ കത്തോലിക്ക സഭ 2002 വിശുദ്ധനായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ലോകത്തിനു മുന്നിൽ വലിയൊരു സാക്ഷ്യമായി ഗ്വാഡലൂപ്പയിലെ മാതാവിന്റെ ചിത്രം നിലനിൽക്കുകയാണ്. ശാസ്ത്ര ഗവേഷകർക്കോ നിരീശ്വരവാദികൾക്കോ ഉത്തരം കഴിയാൻ സാധിക്കാത്ത ഒരു വസ്തുവായി തന്നെ ഇത് നിലനിൽക്കുന്നു. ഗ്വാഡലൂപ്പ മാതാവിന്റെ 488ാമത് വാർഷികാഘോഷ ദിനമായിരുന്നു പോയ വാരത്തിൽ. ഫ്രാൻസിസ് പാപ്പയുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് വത്തിക്കാനിൽ നടന്നത്. 50-ാം ആണ്ടിൻ്റെ ആഘോഷത്തിൽ ലോക നേതാക്കൾ പാപ്പയ്ക്ക് ആശംസകൾ നേർന്നു. പാപ്പയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ നിയോഗങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ട് കേരള കത്തോലിക്ക മെത്രാൻ സമിതി സർക്കുലർ ഇറക്കി. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ലാസ് ഫ്ലോറസിലാണ് ഫ്രാൻസിസ് പാപ്പ ജനിച്ചത്. 1969 ഡിസംബർ 13 ഈശോ സഭയിൽ ചേർന്ന് വൈദികനായി. 1969 ഡിസംബർ 13 അർജന്റീനയിൽ വെച്ചായിരുന്നു പാപ്പായുടെ പൗരോഹിത്യ സ്വീകരണം. 1973 ഈശോ സഭയുടെ അർജന്റീനയിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സേവനമാരംഭിച്ച പാപ്പ പിന്നീട് 1992 ബ്യൂണസ് അയേഴ്സ് അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനായി.
1998 ഫ്രാൻസിസ് പാപ്പ മെത്രാപ്പോലിത്തയായി നിയമിതനാവുകയും ചെയ്തു. ബ്യൂനസ് അയേഴ്സ് അതിരൂപതാധ്യക്ഷനായി സേവനമനുഷ്ഠിക്കവേ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആർച്ച് ബിഷപ്പ് ബർഗോളിയോയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 2013 ബെനഡിക്ട് 16 പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് കർദിനാൾ ബർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ സഭാതലവനായി ചുമതലയേറ്റു. ലാളിത്യമുള്ള ജീവിതശൈലി കൊണ്ടും ദൈവിക കാരുണ്യത്തിന്റെ പ്രയോക്താവെന്ന നിലയിലും ലോകത്തിലുള്ള വിശ്വാസികളുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മനസ്സിലും ക്രിസ്തു സ്നേഹത്തിന്റെ മുദ്ര പതിപ്പിക്കുവാനും സകലർക്കും സ്നേഹമുള്ള സഹോദരനും പിതാവുമാകാനും പാപ്പയ്ക്ക് ഇതിനോടകം സാധിച്ചു കഴിഞ്ഞു. അജഗണങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും നഷ്ടപ്പെട്ടവയെ തേടിപ്പോവുകയും ചെയ്യുന്ന നല്ല ഇടയനായ യേശുവിനെ തന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ പിൻചൊല്ലുന്ന പരിശുദ്ധ പിതാവ് എല്ലാ പുരോഹിതർക്കും ഒരു മാതൃകയാണെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി വ്യക്തമാക്കിയിരുന്നു. പാപ്പയുടെ വാക്കുകൾ സൗമ്യവും ലളിതവുമാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ സുവിശേഷത്തിന്റെ സാക്ഷ്യവും വ്യാഖ്യാനവുമാണെന്നും സമിതി ചൂണ്ടിക്കാട്ടി. ഡിസംബർ 13-നും 17-നുമുള്ള വിശുദ്ധ കുർബാനകളിൽ പരിശുദ്ധ പിതാവിന്റെ ശുശ്രൂഷാ ജീവിതത്തിന്റെ നന്മകൾക്കായി ദൈവത്തിന് നന്ദി പറയുകയും അദ്ദേഹത്തിന്റെ നിയോഗങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കണമെന്നും മെത്രാൻ സമിതി നിർദ്ദേശിച്ചിരുന്നു. പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പരിവർത്തനത്തിന് പ്രേരിപ്പിക്കാൻ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്ക് കഴിയട്ടെയെന്ന് മെത്രാൻ സമിതി ആശംസിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനു വേണ്ടി പ്രത്യേകം വിളി ലഭിച്ച് ജനകോടികളോട് സുവിശേഷം പ്രഘോഷിച്ച ലോക പ്രശസ്ത സുവിശേഷകൻ റെയ്നാർഡ് ബോങ്കെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് പോയ വാരത്തിലെ പ്രധാന വാർത്തകളിലൊന്നായിരുന്നു. ആഫ്രിക്കയുടെ അപ്പസ്തോലൻ എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആഫ്രിക്കയുടെ ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറിയ ശക്തനും അഭിഷിക്തനുമായ സുവിശേഷ പ്രഘോഷകൻ റെയ്നാർഡ് ബോങ്കെ ബാല്യം മുതൽ മിഷണറി ദൗത്യത്തിനായി സ്വയം ഒരുങ്ങിയിരുന്നു. ജർമ്മൻ സൈനികനായിരുന്ന ഹെർമൻ ബോങ്കയുടെയും തയ്യൽ വിദഗ്ധയായിരുന്ന മെറ്റായുടെയും മകനായി 1940 ഏപ്രിൽ 19 അദ്ദേഹം ജനിച്ചു. 6 മക്കളിൽ 5-മനായിരുന്നു അദ്ദേഹം. ചെറിയ ഒരു മോഷണത്തിന് അമ്മയിൽ നിന്ന് ലഭിച്ച ശാസനം ബോങ്കയുടെ ജീവിതത്തിന് ആത്മീയ വഴിത്തിരിവിന് നിദാനമായി. 10-ാം വയസ്സിൽ ആഫ്രിക്കയിലെ തൻ്റെ മിഷണറി ദൗത്യത്തെപ്പറ്റി അദ്ദേഹം വ്യക്തമായ ദൈവസ്വരം കേട്ടു. അതിന് അദ്ദേഹം വ്യക്തമായ മറുപടിയും നൽകി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരു സ്ത്രീക്ക് ലഭിച്ച ദർശനവും അതിന് സ്ഥിരീകരണവുമായിരുന്നു. നീ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കുമെന്ന ദൈവശബ്ദം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. അതിനൊരുക്കമായി സ്വാൻസിയ ബൈബിൾ കോളേജ് ഓഫ് വെയിൽസിൽ ചേർന്ന് 2 വർഷത്തെ സുവിശേഷ പഠനം അദ്ദേഹം പൂർത്തിയാക്കി. 1964 നവംബർ 20 ആനി ബോങ്കയുമായി അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. ഒടുവിൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും സാക്ഷാത്കാരമായി 1967 ദക്ഷിണാഫ്രിക്കയിലെ ലിസ്വാത്തയിൽ അദ്ദേഹം തന്റെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. ചെറിയ സമൂഹങ്ങൾക്ക് വേണ്ടി ചെറിയ തോതിലുള്ള സുവിശേഷ യോഗങ്ങൾ മാറ്റി നിർത്തി വലിയ സമൂഹങ്ങൾക്ക് വേണ്ടി വിപുലമായ രീതിയിൽ സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന രീതി ബോങ്കെ ആരംഭിച്ചു. ഓപ്പൺ ഗ്രൗണ്ടുകളിൽ നടന്ന കൺവെൻഷനുകളിൽ 16 ലക്ഷം പേർ വരെ പങ്കെടുത്തിരുന്നു. This is not what God wants. That's why he sent Jesus Christ into this world. Jesus died for our sin on the cross. He opened his arms and he says, "He who comes to me, I will under no circumstances refuse." ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബൈബിൾ കൺവെൻഷനുകളായിരുന്നു അത്. എണ്ണമറ്റ സൗഖ്യങ്ങളിലൂടെ അനേകം ഹൃദയങ്ങളെ ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നയിക്കാൻ ദൈവം ഇടയാക്കി. മന്ത്രവാദികളും ക്ഷുദ്രക്കാരും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. പിശാച് ബാധിതർ സ്വതന്ത്രരായി. കൂട്ടമാനസാന്തരങ്ങൾ ആഫ്രിക്കയിലുടനീളം സംഭവിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷം ആഫ്രിക്കയിലുടനീളം അലയടിച്ചൊരു കാഴ്ചയായിരുന്നു അത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദിക പട്ടം സ്വീകരിച്ചതിൻ്റെ 50-ാം വാർഷികാഘോഷ സ്മരണയിൽ വത്തിക്കാൻ സ്റ്റാമ്പുകൾ പുറത്തിറക്കി. പാപ്പ യുവാവായതും യുവവൈദികനായതും അടക്കമുള്ള നിരവധി സ്റ്റാമ്പുകളാണ് വത്തിക്കാൻ പുറത്തിറക്കിയിരിക്കുന്നത്. പാപ്പയുടെ ചിത്രമുള്ള സ്റ്റാമ്പുകൾ കാണാനും അത് സ്വന്തമാക്കാനുമുള്ള തിരക്കിലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ഫ്രാൻസിസ് പാപ്പ വൈദികനായതിൻ്റെ 50-ാം വാർഷികാഘോഷ സ്മരണയായിട്ടാണ് വത്തിക്കാൻ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്.
പാപ്പ യുവാവായതും യുവ സെമിനാരിയനായതും യുവ വൈദികനായതും സ്റ്റാമ്പുകളിലൂടെ ചിത്രീകരിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പത്രോസിന്റെ പിൻഗാമിയായി എത്തിയതിന്റെ ചിത്രീകരണവും സ്റ്റാമ്പിൽ കാണാം. വത്തിക്കാനിലെ തപാൽ മുദ്ര ശേഖരണ ചുമതലയുള്ള മൗറോ ഒലിവിയേറി പറയുന്നത് അന്നത്തെ യോർഗെ മറിയ ബെർഗോഗ്ലിയോ ദൈവത്തിന്റെ വിളി ശ്രവിച്ച സാൻജോസ് ദേവാലയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റാമ്പെന്നാണ്. മറ്റൊരു പശ്ചാത്തലം കുരുക്കഴിക്കുന്ന മാതാവിന്റെ ചിത്രവും. മറ്റൊരു സ്റ്റാമ്പിൽ പൊതുവേദികളിൽ കാണാറുള്ള പാപ്പായുടെ പുഞ്ചിരി തൂകുന്ന മുഖമാണുള്ളതെന്ന് മൗറോ പറയുന്നു. സ്റ്റാമ്പിന്റെ പശ്ചാത്തല ചിത്രമായി ദിവ്യകരുണയുടെ ഈശോയും വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുമാണ്. പാപ്പയുടെ ചിത്രമുള്ള സ്റ്റാമ്പുകൾ കാണാനും അത് സ്വന്തമാക്കുവാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. 20-ാം നൂറ്റാണ്ടിലെ കലാകാരന്മാരുടെ ഗ്രാഫിക് ഡിസൈനുകളും ആർട്ട് വർക്കുകളുമായി വത്തിക്കാനിൽ തുടങ്ങിയ കലാപ്രദർശനം ശ്രദ്ധേയമാകുന്നു. വത്തിക്കാനിലെ കാർലോമാൻ ഹാളിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി പോലുള്ള വിശ്വോത്തര കലാകാരന്മാരുടെ ക്ലാസിക്കൽ ചിത്രീകരണങ്ങളും ശില്പങ്ങളും കൊണ്ട് ലോകത്തെ വലിയ കലാശേഖരമെന്ന വിഖ്യാതി നേടിയിട്ടുള്ളതാണ് വത്തിക്കാൻ മ്യൂസിയം. ക്രിസ്മസ് കാലത്ത് മ്യൂസിയത്തിന്റെ നേതൃത്വത്തിലാണ് സമകാലീന കലാപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ശേഖരിച്ചിട്ടുള്ള 20 നൂറ്റാണ്ടിലെ കലാകാരന്മാരുടെ ഗ്രാഫിക് ഡിസൈനുകളും ആർട്ട് വർക്കുകളുമാണ് ഡിസംബർ 10 മുതൽ തുടങ്ങിയ പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വത്തിക്കാനിലെത്തുന്ന സന്ദർശകരുടെയും തീർത്ഥാടകരുടെയും സൗകര്യാർത്ഥം വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്വത്തോട് ചേർന്ന് ഇടതുഭാഗത്തുള്ള കാർലോമാൻ ഹാളിലാണ് കലാപ്രദർശനം. 2020 ഫെബ്രുവരി 29 വരെ ഈ പ്രദർശനം നീണ്ടുനിൽക്കുമെന്ന് വത്തിക്കാൻ മ്യൂസിയത്തിൽ സമകാലീന കലാവിഭാഗത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന മിക്കോൾ ഫോർത്തി വ്യക്തമാക്കി. പരമ്പരാഗത കലയിൽ എന്ന പോലെ തന്നെ സമകാലീന കലാരംഗത്തും വത്തിക്കാൻ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സമകാലീന കലാശേഖരത്തിനും വത്തിക്കാൻ മ്യൂസിയത്തിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. വൈറ്റ് ഹൗസിന് സമീപം സംഘടിപ്പിച്ച ക്രിസ്തുമസ് ട്രീ ദീപം തെളിയിക്കൽ ചടങ്ങിന്റെ നിറസാന്നിധ്യമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യയും. പരസ്പരം സ്നേഹിക്കാൻ യേശുക്രിസ്തു പ്രചോദനം നൽകുന്നുവെന്ന് പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ ലോകം വളരെ ശ്രദ്ധയോടെയാണ് വിലയിരുത്തിയത്. ക്രിസ്തുമസ് ട്രീ വിളക്കുകൾ തെളിയിക്കാൻ ട്രംപിനൊപ്പം ഭാര്യ മെലാനിയ ട്രംപും ഉണ്ടായിരുന്നു. ഓ ക്രിസ്മസ് ട്രീ എന്ന പാട്ടിന്റെ അകമ്പടിയോട് കൂടിയാണ് ട്രംപ് വേദിയിൽ കയറിയത്. പങ്കെടുക്കാനെത്തിയവർക്ക് താനും ഭാര്യയും ക്രിസ്മസ് ആശംസകൾ നേരുന്നുവെന്ന് പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം ക്രിസ്മസ് ട്രീ വിളക്കുകൾ തെളിയിച്ചത്. And now the First Lady will do the honors of lighting the National Christmas Tree. So we'll count from 5 down to that very special number. 5, 4, 3, 2, 1. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന നിത്യമായ യാഥാർത്ഥ്യം ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് കിഴക്ക് മിഴിവുള്ള ഒരു നക്ഷത്രം ഉദിച്ചു. അതിനെ ബഹുദൂരം പിന്തുടർന്ന ജ്ഞാനികൾ നക്ഷത്രം നിലയുറപ്പിച്ച ബെത്ലഹേമിൽ തിരുകുടുംബം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടെത്തിയെന്ന ക്രിസ്തുമസിന്റെ ചരിത്രവും ട്രംപ് സ്മരിച്ചു. More than 2,000 years ago, a brilliant star shone in the east. Wise men traveled far, far afield. I mean, they were a long distance away, and they came and they stood with us under the star where they found the Holy Family in Bethlehem. As the Bible tells us, when the wise men had come into the house, they saw the young child with Mary, his mother, and fell down and worshipped him. 1923-ൽ കാൽവിൻ കൂളിഡ്ജ് എന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റാണ് ക്രിസ്മസ് ട്രീ വിളക്ക് തെളിയിക്കൽ ചടങ്ങിന് ആരംഭം കുറിച്ചത്. ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം പങ്കെടുത്ത ഓരോ ക്രിസ്മസ് ചടങ്ങിലും ലോകരക്ഷകന്റെ ജനനത്തെക്കുറിച്ച് ട്രംപ് പ്രത്യേക പരാമർശം നടത്താറുണ്ടെന്നത് ശ്രദ്ധേയമാണ്. കത്തോലിക്ക സഭയിലേക്ക് വരുവാൻ ആഗ്രഹമറിയിച്ച് ഗ്രേസ് കമ്മ്യൂണിറ്റി സ്ഥാപകനും സുവിശേഷകനുമായ പാസ്റ്റർ സജിത് ജോസഫും കുടുംബവും 7 വർഷം നീണ്ട അന്വേഷണത്തിനും പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും ശേഷമാണ് താനും കുടുംബവും കത്തോലിക്ക സഭയിലേക്ക് മടങ്ങുന്നതെന്ന് പാസ്റ്റർ സജിത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. 5 ഭൂഖണ്ഡങ്ങളിൽ സാന്നിധ്യമുള്ള ഗ്രേസ് കമ്മ്യൂണിറ്റിയിലെ ആയിരക്കണക്കിന് വിശ്വാസികളും കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിയെത്തുമെന്നും അതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും സജിത് ജോസഫ് വ്യക്തമാക്കി. ലത്തീൻ സഭയിലേക്കാണ് ബ്രദർ സജിത്തും കുടുംബവും മടങ്ങുവാനൊരുങ്ങുന്നത്. കത്തോലിക്ക സഭയിലേക്കുള്ള തന്റെ തിരിച്ചുവരവിന്റെ ഭാഗമായി തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസൈപാക്യവുമായി കൂടിക്കാഴ്ച നടത്തിയതായും സജിത് ജോസഫ് വ്യക്തമാക്കി. കത്തോലിക്ക സഭയോട് ചേർന്ന്
യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ സന്ദേശം ലോകത്തോട് അറിയിക്കുവാൻ വ്യക്തിപരമായി സജിത്ത് എന്ന് പറയുന്ന ഈ ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ തുടക്കക്കാരനാകുവാൻ ദൈവം കൃപ ചെയ്ത എനിക്കും എന്നോടൊപ്പം ലോകമെമ്പാടും വ്യത്യസ്ത സഭാ സമുദായങ്ങളിൽ നിൽക്കുന്നവർ, അത് പ്രൊട്ടസ്റ്റന്റ് സഭാ സമുദായങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ സഹകരിക്കുന്നവരുണ്ട്, അവർക്കും എല്ലാവർക്കും ഒരുമിച്ച് ശുശ്രൂഷിക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ഈ സമയങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതിൽ ഏറെ ഞാൻ പ്രശംസിക്കുന്നു. 2020 വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ക്രിസ്ത്യൻ യൂണിറ്റിയാണ്. ആ ക്രിസ്ത്യൻ യൂണിറ്റി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ വിഘടിച്ചവരെല്ലാം എവിടുന്ന് വിഘടിച്ചു പോയോ അവിടേക്ക് തിരിച്ചു പോകും. തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസേപ്പാക്യം ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടെന്നും ഫാദർ സ്റ്റാൻലിൻ മാതിരപ്പിള്ളി, ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ തുടങ്ങിയവരെല്ലാം തന്റെ യാത്രയിൽ തന്നെ സഹായിക്കുന്നുണ്ടെന്നും സജിത് ജോസഫ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ തീരുമാനവും എൻ്റെ കൺവിക്ഷനുകളുമാണ്. എന്നാൽ ഗ്രേസ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും കാത്തലിക്കാണോ? ഒരിക്കലുമല്ല. അതാണ് ആ എക്യുമെനിക്കൽ സ്വഭാവം നിലനിർത്തണം എന്നുള്ളതാണ് കർദിനാൾ ആലഞ്ചേരി പിതാവും അതുപോലെ തന്നെ സൂസേപ്പാക്യം പിതാവും ഡാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ, മലങ്കരയുടെ അനുഗ്രഹീത പ്രഭാഷകൻ, ഞങ്ങൾക്ക് മണിക്കൂറുകൾ ഒരുമിച്ച് ചെലവഴിക്കുവാൻ അവസരം കിട്ടി. ഡാനിയേൽ അച്ഛൻ ഈ യാത്രയിൽ എന്നെ ഒരുപാട് സഹായിച്ചു. തിരിച്ചുവരവിന്റെ ഭാഗമായി ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ എല്ലാ സഭാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ലീഡേഴ്സുമായുള്ള ചർച്ചകളും നടത്തിക്കഴിഞ്ഞുവെന്നും 2019 ക്രിസ്മസ് ആഘോഷം കത്തോലിക്ക സഭയോടൊപ്പമായിരിക്കുമെന്നുള്ള പാസ്റ്റർ സജിത് ജോസഫിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് വത്തിക്കാനിൽ നടക്കുന്ന പാതിര കുർബാനയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശവും ഉൾപ്പെടെയുള്ള പരിപാടികളും ഭാരതത്തിന്റെ ദേശീയ ചാനലായ ദൂരദർശൻ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതാദ്യമായാണ് ദൂരദർശൻ വത്തിക്കാനിലെ ക്രിസ്മസ് പാതിര കുർബാന സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഡിസംബർ 24 ഇറ്റാലിയൻ സമയം രാത്രി 8:25 മുതൽ 10:30 വരെയാണ് പാതിര കുർബാന നടക്കുന്നത്. ഇത് ഇന്ത്യൻ സമയം 25 പുലർച്ചെ 1:55 മുതൽ 4 മണി വരെയാണ്. ഇത് തത്സമയം ദൂരദർശൻ ചാനലിൽ ലഭ്യമാകും. 25 വൈകിട്ട് 4:30 മുതൽ 5 മണി വരെയാണ് പാപ്പായുടെ സന്ദേശം. 2 ചടങ്ങുകളും DD നാഷണൽ ചാനലിലാണ് തത്സമയം ഉണ്ടാകുക. ദൂരദർശന്റെ മറ്റു പ്രാദേശിക ചാനലുകളിൽ പാതിര കുർബാന 25 പുലർച്ചെയും പാപ്പായുടെ സന്ദേശം വൈകുന്നേരവും സംപ്രേഷണം ചെയ്യും. ഇതിനു പുറമെ ദൂരദർശന്റെ വെബ് സ്ട്രീമിംഗ്, യൂട്യൂബ് എന്നിവയിലും ചടങ്ങുകൾ തത്സമയം ലഭ്യമാകുമെന്ന് പ്രസാർ ഭാരതി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. തൃശൂർ അതിരൂപത എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ 90-ാം ജന്മദിനാഘോഷവും തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ 69-ാം ജന്മദിനാഘോഷവും തൃശൂരിൽ നടന്നു. ജന്മദിനത്തിൽ ആശംസകളുമായി നിരവധി വൈദികരും ജനപ്രതിനിധികളും എത്തിയിരുന്നു. രാവിലെ ദിവ്യബലിയോടെയാണ് ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത്. തൃശൂർ DBCLC ഹാളിൽ നടന്ന ദിവ്യബലിയിൽ തൃശൂർ അതിരൂപത എമിറേറ്റ്സ് മാർ ജേക്കബ് തൂങ്കുഴി മുഖ്യകാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ അതിരൂപതയിലെ വൈദികർ പിതാക്കന്മാർക്ക് ആശംസകൾ നേർന്നു. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാക്കന്മാരെ പൊന്നാട അണിയിക്കുകയും തുടർന്ന് ആഘോഷത്തിന്റെ ഭാഗമായി പിതാക്കന്മാർക്ക് കേക്ക് മുറിക്കുകയും ചെയ്തു. സമയം ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവം തന്നിരിക്കുന്ന സമയം വൃഥാ ചെലവഴിക്കരുതെന്നും മാർ ജേക്കബ് തൂങ്കുഴി പറഞ്ഞു. സമയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ഈ നവതിയിലെത്തിയിരിക്കുന്ന അവസരത്തിൽ ദൈവം തന്ന സമയത്തെക്കുറിച്ച് ഓർക്കുകയാണ്. കഴിഞ്ഞ 89 വർഷങ്ങൾ ദൈവം തന്ന സമയം, അത് എൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗമായി കഴിഞ്ഞു. ഇനിയൊരു കൊച്ചു സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ദൈവമാണ് ഇനി തരുന്ന സമയം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് തരുന്ന സമയം, അത് ഏറ്റവും നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ആശയമാണ് എനിക്കുള്ളത്. അതെനിക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും, ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഒരു നിശ്ചിതമായ സമയമേ ഉള്ളൂ. ആ സമയം വളരെ വിലപ്പെട്ടതാണ്. യാതൊരു കാരണവശാലും അത് ആ സമയം നശിപ്പിക്കരുത്, വൃഥാ ചെലവഴിക്കരുത്. ഏറ്റവും നന്നായിട്ട് ചെലവഴിക്കണം. ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തനിക്കും തൃശൂർ അതിരൂപതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അഭ്യർത്ഥിച്ചു. എനിക്ക് വലിയ സന്തോഷമായിരിക്കുന്നത് തൂങ്കുഴി പിതാവിൻ്റെ പിൻഗാമിയായ എനിക്കും ഈ ഡിസംബർ 13 തന്നെ ജന്മദിനം ഉണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ 69ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു.
പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ദൈവമഹത്വത്തിന് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പിതാവിൻ്റെ മാതൃകയിൽ പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനാ സഹായം എനിക്ക് തൃശ്ശൂർ അതിരൂപതയ്ക്ക് കത്തോലിക്കാ സഭയ്ക്ക് സമൃദ്ധമായി ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തൃശൂർ അതിരൂപതയെയും തൃശൂർ പൗരാവലിയുടെയും നേതൃത്വത്തിൽ വൈകിട്ട് 4-ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടന്ന സ്വീകരണത്തിലും അനുമോദന യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു. ഉത്തര മലബാർ കർഷക പ്രക്ഷോഭത്തിന് പിന്നാലെ കർഷക പ്രതിഷേധവുമായി പാലാ രൂപത രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു. 10,000-കണക്കിന് കർഷകരാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനെത്തിയത്. അവഗണനകൾക്കെതിരെ അവകാശങ്ങൾക്കായി എന്ന മുദ്രാവാക്യവുമായി പാലാ രൂപത സംഘടിപ്പിച്ച കർഷക മഹാസംഗമത്തിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. പാലായിൽ എത്തിച്ചേർന്ന 100,000-ഓളം കർഷകർ ടൗണിലെ 5 കേന്ദ്രങ്ങളിലായി സംഗമിച്ച് കർഷക മതിലുകൾ തീർത്തു. കത്രീഡൽ മൈതാനം, കൊട്ടാരമറ്റം ജംഗ്ഷൻ, കിഴത്തടിയൂർ പള്ളി ജംഗ്ഷൻ, ലാലം പാലം ജംഗ്ഷൻ, മാർക്കറ്റ് റോഡ്, സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മതിലുകൾ തീർത്തത്. രൂപതയുടെ 170 ഇടവകകളിൽ നിന്ന് വൈദികരുടെയും വിവിധ സംഘടനാ ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് കർഷകർ എത്തിയത്. കർഷകർ 5 കേന്ദ്രങ്ങളിൽ നിന്ന് റാലിയായി പൊതുസമ്മേളന കേന്ദ്രമായ കുരിശുപള്ളി കവലയിലേക്ക് നീങ്ങി. തുടർന്ന് കുരിശുപള്ളി ജംഗ്ഷനിൽ 1,00,000 പേരുടെ കർഷക മഹാസംഗമം നടന്നു. കർഷകർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പിന്തുണയുമായി സഭാപിതാക്കന്മാരും നിരവധി വൈദികരും സന്യസ്തരും റാലിയിലും സമ്മേളനത്തിലും പങ്കെടുത്തത് ശ്രദ്ധേയമായിരുന്നു. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.